ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജിക്ക് 4 വശത്തു നിന്നും കുരുക്കോട് കുരുക്കാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. ഒരു തരത്തിലും അഴിയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കുരുക്കാണ് രാഷ്ട്രീയമായി അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായത്. ഇപ്പോൾ ഇതാ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടി കടന്നു വരികയാണ് തൃണമൂലിൽ. തൃണമൂലിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുണ്ട്. ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ചെക്കുകളും മറ്റ് സംഭവങ്ങളുമൊക്കെ തന്നെ പലർക്കും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, വിമതർക്കും കൊടുത്തിട്ടുണ്ട്. ഈ ചെക്കുകളും ഈ സംഭവങ്ങളുമൊക്കെ തന്നെ ഇവർ ദുരുപയോഗം ചെയ്യും എന്ന് ഒരു മുൻ മന്ത്രി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, തൃണമൂലിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കണം, ഒപ്പം മമതാ ബാനർജിയുടെ അക്കൗണ്ടും മരവിപ്പിക്കണം എന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. മാത്രമല്ല, ഇവർ പണം നിയമവിധേയമല്ലാതെ, പാർട്ടി ഫണ്ടാണ്, നിയമവിധേയമല്ലാതെ മമതാ ബാനർജി ദുരുപയോഗം ചെയ്യും എന്ന ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു ആശങ്കയും ഇപ്പോൾ തൃണമൂലിലെ ചില മമതയോടൊപ്പം നിൽക്കുന്ന ചില മുതിർന്ന നേതാക്കൾക്കുണ്ട്. ഈ പിളർപ്പിന് പുറകെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി വരുമ്പോൾ അത് സമ്പൂർണ്ണമായ ഒരു അഴിയാക്കുരുക്കിലേക്ക്, പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. തൃണമൂൽ കോൺഗ്രസ് അടുത്ത പ്രതിസന്ധിയെ നേരിടാൻ ഒരുങ്ങുകയാണ്. ഒരു തരത്തിലും അഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ പാർട്ടി അക്കൗണ്ട് മരവിപ്പിക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെട്ട് ട്രഷററും മുൻ മന്ത്രിയുമായ അരൂപ് ബിശ്വാസ് രംഗത്ത് വരുന്നു. 676 കോടി രൂപയുള്ള പാർട്ടി അക്കൗണ്ട് മരവിപ്പിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഒപ്പിട്ട ചെക്കുകൾ വിമതർ ദുരുപയോഗം ചെയ്യും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. അതേസമയം അനൂപ് ബിശ്വാസ് ഇപ്പോൾ ട്രഷറർ അല്ല എന്നാണ് TMC പറയുന്നത്. ഈ മാസം 5-ന് ചേർന്ന യോഗത്തിൽ പുതിയ ട്രഷററെ നിയമിച്ചു എന്നാണ് വിശദീകരണം. കായിക മന്ത്രിയായിരിക്കെ മെസ്സിയെ കൊണ്ടുവന്ന വിവാദത്തിലായ അരൂപ് ബിശ്വാസിന് ഇന്നലെ കോടതിയിലെത്തിയപ്പോൾ ഇദ്ദേഹത്തെ അഭിഭാഷകരടക്കം ചീമുട്ട എറിഞ്ഞിരുന്നു. പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളും പ്രതിസന്ധികളും ഉടലെടുത്തതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ വൻ അഴിച്ചുപണി നടത്തിയിരുന്നു. പാർട്ടിയുടെ വിവിധ പോഷക സംഘടനകളിലും പ്രാദേശിക ഘടകങ്ങളിലും വലിയ മാറ്റങ്ങളാണ് നടത്തിയത്. യുവനേതാവ് അർണബ് ബാനർജിയെ സംസ്ഥാന തൃണമൂൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും കുണാൽ ഘോഷിനെ വടക്കൻ കൊൽക്കത്ത സംഘടനാ ജില്ലാ പ്രസിഡന്റായി നിയമിച്ചു. പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ പുതിയ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത്. കൂടാതെ ന്യൂനപക്ഷ സെൽ പ്രസിഡന്റായി മുസ്റഫ് ഹുസൈനെയും മഹിളാ വിംഗ് പ്രസിഡന്റായി അലിഫ അഹമ്മദിനെയും തെരഞ്ഞെടുത്തിരുന്നു. അങ്ങനെ ഒരു വലിയ അഴിച്ചുപണി നടക്കുന്നുണ്ട്. തൃണമൂലിൽ അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ ഒരു പ്രയോജനവും രാഷ്ട്രീയമായി തൃണമൂൽ കോൺഗ്രസിനോ മമതാ ബാനർജിക്കോ ഉണ്ടാകുന്നില്ല. ഒപ്പം ഈ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ കൂടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി കൂടി കടന്നു വരുമ്പോൾ പണം ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൃണമൂലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, മമതയ്ക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്യും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എങ്കിൽ പോലും അരൂപ് ബിശ്വാസ് മറുപക്ഷത്താണ് എന്നും ഇദ്ദേഹം മമതയുടെ അല്ലെങ്കിൽ തൃണമൂലിന്റെ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരെ സാമ്പത്തികമായി കുടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ നടത്തുന്നത് എന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.